എറണാകുളത്തേക്ക് ജിമ്മ് 12 അല്ല, ഒരു 2 മണി വരെയൊക്കെ ആദ്യം ജിമ്മുണ്ടായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും അത് 12 മണി വരെ ആക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത് 12 മണി വരെ ആക്കിയത്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ട്രെയിനർ പറയുക, പോലീസുകാർ പറഞ്ഞെന്ന് 12 മണി കഴിഞ്ഞ് ജിമ്മ് പ്രവർത്തിച്ചാൽ ശരിയാകത്തില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ, പോലീസുകാർ എന്തിനാ അങ്ങനെ പറയുന്നത്? 12 മണി കഴിഞ്ഞ് ജിം അടിച്ചാൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അത് പോലീസുകാർ അതെങ്ങനെയാണ്, അത് എന്താണ്, ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ടാണോ ഇതറിഞ്ഞ്, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അതൊന്നും അല്ല, അങ്ങനൊന്നും അല്ല. ഞാൻ ചോദിച്ചു, ഇനി വെളിച്ചക്കുറവോ അങ്ങനെ വല്ലതും ഉണ്ടോ? 12 മണി കഴിഞ്ഞാൽ പിന്നെ, അല്ല രാത്രി കഴിഞ്ഞാൽ മൊത്തത്തിൽ വെളിച്ചമില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതല്ലെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു എന്താണ് കാര്യം, പിന്നെ ഈ 12 മണിയുടെ കഥ എന്താണ്, ഈ 12 മണി കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? അപ്പോൾ അവർ പറയുവാണ്, ഈ 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ പിള്ളേരൊക്കെ കഞ്ചാവ് അടിച്ച് നടക്കുക, MDMA അടിച്ച് നടക്കുക, അവരൊക്കെ ജിമ്മിൽ പോയാന്ന് പറയുക. നേണ്ടൊക്കെ പറഞ്ഞെന്നേ, എന്തൊരു അധപ്പതിച്ച അവസ്ഥയാന്ന് ഓർത്തോണേ. MDMA അടിച്ചവരോ കഞ്ചാവ് അടിച്ചവരോ പേടിച്ച് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നേരത്തെ പൂട്ടണമെന്ന്. ഇതിലും ഭേദം കട്ടപ്പാര എടുത്ത് കക്കാൻ പോകുന്നതോ ചിരയ്ക്കാൻ പോകുന്നതാണെന്ന് തിരിച്ച് പറയേണ്ടി വരും. കാരണം നിങ്ങൾ പിന്നെ എന്നാൽ പിന്നെ നിങ്ങൾക്കങ്ങ് വീട്ടിൽ പോയിരുന്നൂടെ? അവരതൊരു കഞ്ചാവ് അടിച്ച് നടക്കും, ഇതൊരു ജിം അടിക്കുന്നവർ ജിം അടിച്ചും നടക്കും. ശരിക്കും പറഞ്ഞാൽ നേരത്തെ വീട്ടിൽ കയറേണ്ടതും പൂട്ടിക്കെട്ടേണ്ടതും പോലീസുകാരാ. ഇതിനൊന്നും കൊള്ളത്തില്ലേ. പിന്നെ ഇവർ എന്തിനാ നിങ്ങളിങ്ങനെ ജോലി ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ നേരത്തെ പൂട്ടുക, മനുഷ്യൻ രാത്രി സ്വാതന്ത്ര്യമായിട്ട് എഴുന്നേറ്റ് പുറത്തിറങ്ങി നടക്കണമോ, ജിമ്മിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ മോശം കാര്യം, അത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അപ്പോഴോ ഈ കഞ്ചാവോ MDMA അടിച്ചവരാരാണ്ട് നിർത്തുന്നുണ്ടോ? അവന്മാരപ്പോഴും ചിലപ്പോൾ ഇതിൽ കറങ്ങി നടക്കുന്നുണ്ടാവും. MDMA അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടക്കാത്തവരൊന്നും ആയിരിക്കത്തില്ല ഇവിടെ ഉള്ളവരൊക്കെ. ഇവർ പുറത്തിറങ്ങി നടക്കുന്നുണ്ടല്ലോ, അതിന് ജിമ്മിനെന്ത് കാര്യം? അങ്ങനെ ചോദിച്ചാൽ ജിമ്മിൽ പോയാന്ന് പറഞ്ഞാൽ MDMA അടിച്ചതല്ലേ പ്രശ്നം, അല്ലാതെ ജിമ്മ് കൂട്ടിക്കുവാണ് വേണ്ട. എല്ലാം വേണ്ട, ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ഇവിടെ എന്തെങ്കിലും അല്ലേ പിന്നെ നാച്ചുറൽ കലാമിറ്റി എന്തെങ്കിലും ഉണ്ടായിരിക്കണം, അതൊട്ട് പറയത്തുമില്ല. അതിനൊന്നും കൊള്ളത്തില്ല. വെള്ളം ഡാം തുറന്നു വിട്ടാൽ അത് പറയാൻ ആളില്ല. മുണ്ടക്കയിലെ മറ്റേ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ വലിയ കാർമേഘം ഇങ്ങോട്ട് വന്നു, ഇപ്പോൾ മേഘവിസ്ഫോടനം നടന്നു. മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ മഴ പെയ്യുന്ന പോലത്തെ പരിപാടിയൊന്നുമല്ല. അത് വരുന്ന കണ്ടാൽ തന്നെ നേരത്തെ ദൂരത്തുനിന്ന് അറിയാൻ പറ്റും. ഇവിടുത്തെ പട്ടിയും പൂച്ചയും വരെ അറിഞ്ഞു. അതുങ്ങളൊക്കെ പലരും നാട് വിട്ടെന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? പട്ടിയൊക്കെ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെയുള്ള പട്ടികൾ, മറ്റേ പട്ടികൾക്ക് മനസ്സിലായില്ല. മനുഷ്യപ്പട്ടികളുണ്ടല്ലോ, അവന്മാർക്കൊന്നും അറിയത്തില്ല. വലിയ നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ ആയിട്ടിരിക്കുക. പിന്നെ ഇതുപോലത്തെ പരിപാടിയാണല്ലോ അറിയാവുന്നത്. മഴ പൂട്ടിക്കെട്ടാഞ്ഞ ഭാഗ്യം. മഴയോട് പറഞ്ഞു കാണും ചിലപ്പോൾ, മഴ ഈ വഴി വരരുത് എന്നൊക്കെ. അല്ല പാട്ടൊക്കെ പാടിയിരുന്ന് കാണും, കവിതയൊക്കെ എഴുതി. ഇതുപോലത്തെ ഊളത്തരം കാണിക്കാൻ എന്തിനാണ് പോലീസ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്രമസമാധാനം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി എല്ലാവരും പാത്തിരിക്കുക എന്നല്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നേരത്തെ പൂട്ടിക്കെട്ടുക. ഇതൊരു ബിസിനസ് സ്ഥാപനമല്ലേ, ഇതിൻ്റെയൊക്കെ ടാക്സും അല്ലെ അവരുടെയൊക്കെ ലാഭമൊക്കെ തന്നെ അല്ലേ നിങ്ങളൊക്കെ ഈ തിന്നുന്നതും കുടിക്കുന്നതും മേടിച്ച്. പിന്നെ ഈ കൈക്കൂലി മേടിക്കുന്നത് പോട്ടെ, അത് പിന്നെ വേറെ. ഇങ്ങനെ വല്ലവൻ്റെയൊക്കെ അങ്ങനെ നക്കപ്പിച്ച മേടിച്ച് ജോലി എടുക്കുന്നവരൊക്കെ എനിക്കറിയാം. ചില മോഹൻലാലിൻ്റെ ആരാധകരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു നക്കാപ്പിച്ച മേടിച്ച് പട്ടിയെ പോലെ വാലാട്ടി മോഹൻലാലിൻ്റെ പുറകെ നടക്കും എവിടെ പോയാലും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. വാല് വാട്ടി നടക്കുക. അയ്യേ. അല്ല, എന്നാൽ ഒരു മോശപ്പെട്ട പണി. ഇതൊന്നും മനസ്സിലാവുന്നില്ല ആർക്കും. എന്തുകൊണ്ട് അങ്ങനെ നേരത്തെ നിർത്തേണ്ടതായിരുന്നു? അയ്യോ, ഇത് കൊള്ളാം. നല്ല കാര്യങ്ങളൊക്കെ നേരത്തെ നിർത്തിയിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്, അല്ലാണ്ട് എല്ലാവരും ഓടിക്കോ എന്ന് പറയാനാണോ പോലീസ് വരുന്നത്? എന്തിനും പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാവരും ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോളാൻ. ഞങ്ങൾ ഓടി രക്ഷപ്പെടട്ടെന്ന്.